ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ധാർമ്മിക ഉത്തരവാദിത്വം സംബന്ധിച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം ചർച്ചയാക്കി UDFും BJPയും. മന്ത്രി എന്ന നിലയിൽ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാനാവില്ല എന്നായിരുന്നു 24ന്റെ ഗ്രൗണ്ട് സീറോയിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. സ്വർണ്ണക്കൊള്ള പറഞ്ഞ് ആ കള്ളം പ്രചരിപ്പിച്ച് 10 വോട്ട് തട്ടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇത് അന്വേഷിക്കുന്നത് വളരെ നിഷ്പക്ഷമായ തരത്തിൽ സത്യസന്ധമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ദേവസ്വം മന്ത്രിക്ക് ഇനി ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഞാൻ പറയും. ഞാൻ ആ കാലത്ത് മന്ത്രിയായിരുന്നു. അതിനു മുമ്പുള്ള മന്ത്രിമാരുടെ കാലത്തും അത് നടന്നിട്ടുണ്ട്, അതിനുശേഷവും നടന്നിട്ടുണ്ട്. ഞാൻ 100,000 ആളുകളുമായിട്ട് ചേർന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. ഒരു ഫോട്ടോ വെച്ചുകൊണ്ടൊക്കെ ഒരാളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് അല്പത്തരമാണ്. വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ്. സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വം കടകംപള്ളി സുരേന്ദ്രനെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ കുറ്റപ്പെടുത്തി. ധാർമ്മിക ഉത്തരവാദിത്വം സംബന്ധിച്ച കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കരുതെന്ന് കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥി V. മുരളീധരനും പറഞ്ഞു. കാണാം പ്രതികരണം. കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചൊരു കാര്യമുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അത് വ്യക്തമാണല്ലോ. അദ്ദേഹം മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടന്നത്. ഇപ്പോൾ അതൊന്നും ദേവസ്വം ബോർഡ് മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ് ഒരു മന്ത്രി? ദേവസ്വം ബോർഡ് മാത്രം പോരെ? അപ്പോൾ മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. തീർച്ചയായിട്ടും അതിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. അതൊക്കെ കഴക്കൂട്ടത്ത് ചർച്ച ചെയ്യും. അത് മറയ്ക്കാനുള്ള ഒരുതരം വ്യഗ്രതയായിരുന്നു ഈ കൊടിമരപ്പന പ്രതിഷ്ഠ. തീർച്ചയായും അത് മറയ്ക്കാൻ വേണ്ടി മരിച്ചുപോയ പ്രയാർ ഗോപാലകൃഷ്ണനെ പോലും കള്ളനാക്കാൻ നോക്കി. അപ്പോൾ അതാണ് ഇന്നലെ കോടതി വിധിയോടുകൂടെ തിരിച്ചടി കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ചുമതല ദേവസ്വം സംരക്ഷിക്കലായിരുന്നു. അത് മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നതിന് അദ്ദേഹം തന്നെ കൂട്ടുനിന്നു സമ്മതിച്ച സ്ഥിതിയിൽ പിന്നെ അങ്ങനെ ഒരാൾ ഈ പറയുന്നതിൽ എന്താ വാദം? ആ വാദത്തിന് എന്തർത്ഥമുണ്ട്? വകുപ്പ് ഭരിക്കാൻ പോലും അറിയില്ലാത്ത മന്ത്രിയാണ് അദ്ദേഹം എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഉത്തരവാദിത്വം ഉണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. പിന്നെ വീണ്ടും അങ്ങനെ ഒരാളെ ജനപ്രതിനിധിയായിട്ട് ചുമതല ഏൽപ്പിക്കാൻ ജനങ്ങൾക്ക് എങ്ങനെ സാധിക്കും? വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തനേഷ് തമ്പിയും ഷഫീദ് റാവുത്തറും ചേരുന്നുണ്ട്. ആദ്യം തനേഷ് തമ്പിയിലേക്ക്. തനേഷ് തമ്പി, കടകംപള്ളി സുരേന്ദ്രൻ തനേഷിന് നൽകിയ അഭിമുഖത്തിലാണ് ഉത്തരവാദിത്വം സംബന്ധിച്ച കാര്യം സമ്മതിച്ചത്. ഇപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി UDFും NDAയും മാറ്റിയിരിക്കുകയുമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, കഴക്കൂട്ടം മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അവിടെ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ നിരന്തരം ഉന്നയിക്കുന്ന NDAയും അതുപോലെ തന്നെ UDFും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. ആ ഒരു ആരോപണം ഉന്നയിക്കുന്നതിനിടെയാണ് ഇന്ന് രാവിലെ ഗ്രൗണ്ട് സീറോയുടെ ഭാഗമായി കടകംപള്ളി സുരേന്ദ്രനുമായി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം അത് വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. അത് സ്വതന്ത്രവും നീതിപൂർവവുമായ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട്. ഹൈക്കോടതിക്കാണ് റിപ്പോർട്ട് നൽകുന്നത്, അല്ലാതെ ആഭ്യന്തരമന്ത്രിക്കോ മറ്റേതെങ്കിലും സർക്കാർ സംവിധാനത്തിനോ അല്ല. അതുകൊണ്ട് ആ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമാണ് ഉള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. എങ്കിൽ പോലും തൻ്റെ കാലത്ത് നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ള, ആ സ്വർണ്ണക്കൊള്ളയിൽ അതിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം തനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. തനിക്ക് മാത്രമല്ല, തനിക്ക് മുൻപുള്ള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ കീഴിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, അതിനുശേഷവും നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഇതൊരു നിരന്തരമായി നടക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെയൊക്കെ ധാർമ്മിക ഉത്തരവാദിത്വം അതത് കാലത്തെ മന്ത്രിമാർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെ തനിക്കും ആ ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നു. എന്തായാലും അതിനുശേഷം നമ്മൾ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന V. മുരളീധരനെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ തെറ്റ് തുറന്ന് സമ്മതിച്ച അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെന്ന് തുറന്ന് സമ്മതിച്ച സാഹചര്യത്തിൽ MLA സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ NDA സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി നേരത്തെ അത് കഴക്കൂട്ടം മണ്ഡലത്തിനകത്ത് ഒതുങ്ങി നിന്നിരുന്ന അല്ലെങ്കിൽ അവിടെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമായിരുന്നു. അതിപ്പോൾ അതിന് പുറത്തേക്ക് കൂടി എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ദിലീപ് കുമാർ, ഗ്രൗണ്ട് സീറോയുമായി മണ്ഡലങ്ങളിലൂടെ പര്യടനം നടത്തുന്ന തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. കടകംപള്ളി സുരേന്ദ്രനുമായി തനേഷ് തമ്പി ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു. ഇനി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, K. മുരളീധരന്റെ പ്രതികരണം, ഇക്കാര്യത്തിൽ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രന് ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യത്തിൽ എന്തിനാണ് അങ്ങനെ ഒരു മന്ത്രി എന്നാണ് പിന്നീട് K. മുരളീധരൻ ഈ പ്രതികരണത്തിന് ശേഷം ചോദിച്ചത്. എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ഈ തിരുവനന്തപുരത്തെ പ്രത്യേകിച്ച് ഈ ഡീൽ വിവാദം കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്തും അതിൻ്റെ അലവലുകൾ മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ചർച്ചയായത്.
ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശബരിമല സ്വർണ്ണക്കുള്ള ചർച്ചയായിരുന്നില്ല. എന്നാൽ ഇന്ന് കടകംപള്ളി സുരേന്ദ്രന്റെ ഈ പ്രതികരണത്തോടുകൂടി വീണ്ടും ശബരിമല സ്വർണ്ണക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വിവാദങ്ങളിൽ കൂടുതൽ ചർച്ചയാവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഈ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു മാറുന്നില്ലെന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷം കെ മുരളീധരൻ ഇക്കാര്യത്തിൽ കടകംപള്ളിയെ വിമർശിച്ച രംഗത്തെത്തിയത്. കെ മുരളീധരൻ ഇക്കാര്യത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ നടന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ കടകംപള്ളി സുരേന്ദ്രന് മാറാൻ കഴിയില്ല. അന്ന് അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നു. ദേവസ്വം മന്ത്രി അത് അറിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വകുപ്പ് തന്നെ എന്നുള്ള കാര്യമൊക്കെ കെ മുരളീധരൻ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ ഈ ശബരിമല പുനഃപ്രതിഷ്ഠ അത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മാത്രമല്ല അന്തരിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളെ കള്ളനാക്കുന്ന സമീപനത്തിലേക്ക് സർക്കാർ കടന്നു. അടക്കമുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടെന്നും കഴക്കൂട്ടത്തടക്കം നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തടക്കം ശബരിമല സ്വർണ്ണക്കുള്ള കാര്യമായി ചർച്ചയാകും എന്നുള്ള വിമർശനം കൂടി ഇതുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ ഉയർത്തിയിട്ടുണ്ട്. കഴക്കൂട്ടത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി വി മുരളീധരനും സമാനമായി ഇപ്പോൾ ഈ വിഷയം ചർച്ചയാക്കാൻ ആഗ്രഹിക്കുകയും ചർച്ചയാക്കുകയും ചെയ്യുന്നുണ്ട്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.